ഇന്ന് മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാത്ത ആളുകൾ ചുരുക്കമാണ്. അതും സ്കൂളിൽ പഠിക്കുന്ന കൊച്ചുകുട്ടികളുടെ കയ്യിൽ പോലും മൊബൈൽ ഫോണുകളുണ്ട്. മക്കൾ മൊബൈൽ ഫോണുകൾ ചോദിക്കുമ്പോൾ അവരോടുള്ള സ്നേഹം കൊണ്ട് മാതാപിതാക്കൾ ആ ഫോണുകൾ വാങ്ങിക്കൊടുക്കാറുണ്ട്. പക്ഷെ അതിന് ശേഷം അവർ ആ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ആ മാതാപിതാക്കൾ ശ്രദ്ധ കൊടുക്കാറില്ല. അവസാനം ആ കുട്ടികൾ ചെന്നെത്തുന്നത് വലിയ അപകടങ്ങളിലേക്കാണ്. ആ അപകടത്തിൻ്റെ ആഴം അത് എത്രത്തോളം കാഠിന്യമാണ് എന്നുള്ളത് പിന്നീട് മാത്രമേ അവർ തിരിച്ചറിയുകയുള്ളൂ. നോക്കൂ, ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇത്തരത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട വലിയ ഗൗരവമേറിയ ഒരു വിഷയത്തെക്കുറിച്ചാണ്. മാതാപിതാക്കൾ ശ്രദ്ധയോടുകൂടി ഈ വീഡിയോ കാണുക. നമുക്കറിയാം, പണ്ട് കാലങ്ങളിലൊക്കെ മൊബൈൽ ഫോണുകൾ ഉണ്ടായിരുന്നു. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് അന്ന് മൊബൈൽ ഫോണുകളെന്ന് പറയുന്നത് അധികം ഡിസ്പ്ലേ ഒന്നുമില്ലാത്ത, കോളുകൾ ജസ്റ്റ് വിളിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന സാധാരണ ഫോണുകളായിരുന്നു. എന്നാൽ അതിൽ നിന്നും പിന്നീട് ഈ കാലഘട്ടത്തിൽ മൊബൈൽ ഫോണുകളിൽ വലിയ മാറ്റമുണ്ടായി. വലിയ സ്ക്രീനുള്ള, വില കൂടിയ ഒരുപാട് ആപ്ലിക്കേഷൻസൊക്കെ ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള പുതിയ പുതിയ മോഡേൺ ഫോണുകൾ രംഗത്തിറങ്ങി. ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, സ്നാപ്ചാറ്റ്, ടെലിഗ്രാം, ട്വിറ്റർ, അങ്ങനെ നിരവധി ആപ്ലിക്കേഷനുകൾ. എന്നാൽ അത് നേരാവണ്ണം യൂസ് ചെയ്യേണ്ടവർ അത് മാന്യമായ രീതിയിൽ യൂസ് ചെയ്തു പോകുന്നു. എന്നാൽ നേരെ മറിച്ച് ഇത്തരം ആപ്ലിക്കേഷനുകൾ ദുരുപയോഗം ചെയ്യുന്ന കൂട്ടർ അവരുടെ കൃത്യമായ അജണ്ടയെന്നോണം അത് ദുരുപയോഗം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. മല്ലു ഹണ്ടർ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജ്, ആ ഇൻസ്റ്റഗ്രാം പേജിലൂടെ അതിൻ്റെ അഡ്മിൻ വളരെയധികം ഞെട്ടിപ്പിക്കുന്ന, നടുക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പുറത്തുവിട്ടുകൊണ്ടേയിരിക്കുന്നത്. സ്കൂൾ വിദ്യാർത്ഥികളായ പെൺകുട്ടികളെ, പ്രത്യേകിച്ച് മുസ്ലിം പെൺകുട്ടികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരുടെ ചിത്രങ്ങളും മറ്റുമൊക്കെ വിറ്റുകൊണ്ട് അതിലൂടെ പൈസയുണ്ടാക്കുന്ന, അതിലൂടെ വരുമാനം കണ്ടെത്തുന്ന ചില ടെലിഗ്രാം ഗ്രൂപ്പുകളുടെ അഡ്മിന്മാരെക്കുറിച്ചും ടെലിഗ്രാം ഗ്രൂപ്പുകളെക്കുറിച്ചുമുള്ള ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ആ സഹോദരൻ ദിനം പ്രതി പുറത്തുവിട്ടുകൊണ്ടേയിരിക്കുന്നത്. തീർച്ചയായും നമ്മളെല്ലാവരും വളരെയധികം ഗൗരവമായി കാണേണ്ട വിഷയമാണ്. നോക്കൂ, മോർഫിങ്ങിൻ്റെയും ഡാർക്ക് വെബിൻ്റെയും ഒക്കെ കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ കൂടി ഒരു ചിത്രം പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോസ്റ്റ് ചെയ്യുന്ന ആ ചിത്രങ്ങൾ പിന്നീട് എവിടേക്കാണ് പോകുന്നത്, അത് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്ന് അത് പോസ്റ്റ് ചെയ്ത വ്യക്തികൾക്ക് പോലും അറിയില്ല. പലരും ദുരുപയോഗം ചെയ്തുകൊണ്ട് അതിലൂടെ കാശുണ്ടാക്കുന്നു എന്നുള്ളതാണ്. നോക്കിതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മല്ലു ഹണ്ടർ അദ്ദേഹം ഇൻസ്റ്റഗ്രാം പേജിലൂടെ പുറത്തുവിട്ട ചില കാര്യങ്ങൾ ഞാനൊന്ന് കാണിക്കാം. നോക്കൊരു ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ അഡ്മിനായിട്ടുള്ള രാജേഷ്, ആ രാജേഷുമായി ബന്ധപ്പെട്ടുകൊണ്ട് മല്ലു ഹണ്ടർ നടത്തിയ ഒരു ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഈ താഴെ കാണുന്നത്. അതിനകത്ത് രാജേഷ് എന്ന് പറയുന്ന അഡ്മിൻ കുറച്ച് ഗ്രൂപ്പുകൾ പോസ്റ്റ് ചെയ്യുന്നു. ആ ഓരോ ഗ്രൂപ്പുകളിലും ജോയിൻ ചെയ്യുവാൻ വേണ്ടി ഇത്ര രൂപ എന്നുള്ള രീതിയിൽ ഒരു ഫീസും കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് രണ്ടാമത് കാണുന്നത് മുസ്ലിം ആൻറ്റീസ് ആണ്. അതിൽ 450 രൂപയാണ്. അതുപോലെ മല്ലു താത്ത, മല്ലു മുസ്ലിം ഗേൾസ്, മുസ്ലിം കസിൻസ്, അങ്ങനെ പലതരത്തിലുള്ള ഒരുപാട് ഗ്രൂപ്പുകൾ, ഓരോ ഗ്രൂപ്പുകൾക്കും പ്രത്യേകമായ തുകയും കൊടുത്തിട്ടുണ്ട്. നോക്കി, ഈ ഓരോ ഗ്രൂപ്പുകളിലും ലഭിക്കുന്നത് ഫോട്ടോസുകളും വീഡിയോസുകളുമാണ്. ഇപ്പോൾ മുസ്ലിം ഗേൾസ് എന്ന ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തൊക്കെ വരുന്നത് ഇത്തരത്തിലുള്ള മുസ്ലിമുകളായ സ്ത്രീകളുടെ ഫോട്ടോകളും ഇത്തരം വീഡിയോസുകളുമൊക്കെയാണ്. ഇനി അദ്ദേഹം പുറത്തുവിട്ട മറ്റൊരു സ്ക്രീൻഷോട്ട് ഞാനൊന്ന് കാണിക്കാം. മുസ്ലിംസിൻ്റെ സെപ്പറേറ്റ് കിട്ടണം, എന്നാലേ പൈസ കിട്ടൂ, അല്ലെങ്കിൽ പൈസ കുറയും. അതിനകത്ത് കൊടുത്തിരിക്കുന്നത് മുസ്ലിം ഗേൾ നോർമൽ ഫോട്ടോയ്ക്ക് 450 രൂപ, മല്ലു ഗേൾസിൻ്റെ നോർമൽ ഒരു ഫോട്ടോയ്ക്ക് 250 രൂപ. മൂന്നാമതായി മുസ്ലിം ഗേൾസിൻ്റെ ഒരു വീഡിയോ, നോർമലായിട്ടുള്ള ഒരു വീഡിയോയ്ക്ക് 600 രൂപ, മല്ലു ഗേൾസിൻ്റെ നോർമലായിട്ടുള്ള ഒരു വീഡിയോയ്ക്ക് 400 രൂപ. നോക്കിവിടെ മുസ്ലിം സ്ത്രീകളുടെ ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും റേറ്റ് കൂടുതലാണ്. ഇതെല്ലാവരും കാണുന്നുണ്ടല്ലോ. പ്രത്യേകിച്ച് മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധയോടുകൂടി കാണേണ്ട ഒരു വീഡിയോ ആണിത്. ഇനി ഇതിന് താഴെ വന്ന മറ്റൊരു സ്ക്രീൻഷോട്ട് കാണിക്കാം. താത്തമാരുടെ ഫോട്ടോസ് ഇനി ചോദിക്കുന്ന പൈസയാണ് ബയ്യേഴ്സ് തരുന്നത്. പിന്നെ എന്ത് പ്രശ്നം? പിന്നെ ഒരുപാട് ചെക്കന്മാരുണ്ട്. ഇൻസ്റ്റഗ്രാമിലുള്ള ഫോട്ടോസൊക്കെ എത്തിച്ചു തരുന്ന കുറച്ച് ചെക്കന്മാർ അവരുടെ ക്ലാസ്സിലുള്ള പെൺകുട്ടികളുടെ ഫോട്ടോ അയച്ചു തരും. പിന്നെ അവരുടെ സ്കൂളിൻ്റെ പേജുകളിൽ നിന്ന് അയച്ചു തരും. ചില അഡ്മിന്മാരായിട്ട് നമ്മൾ കണക്ഷനുമുണ്ട്. അപ്പം അവരിൽ നിന്നും ഒറിജിനൽ ഫാൻസ് വാങ്ങിക്കും. അവർക്കതിൻ്റെ പൈസയും കൊടുക്കും. ഇറ്റ്സ് എ ബിസിനസ് മാൻ. മറ്റൊരു സ്ക്രീൻഷോട്ടിൽ പല കാറ്റഗറീസ് കൊടുത്തിരിക്കുന്നു. അതിലൊന്ന് താത്താസ്, രണ്ടാമത് ഹിജാബീസ്, മൂന്നാമത് കോളേജ് താത്താസ്, നാലാമത് അയൽവക്കത്തെ താത്ത, അഞ്ചാമത് സ്കൂളിലെ ഹൂറി. ഇതിൽ ഓരോ കാറ്റഗറിക്കും പ്രത്യേകമായ ചാർജുമുണ്ട്. കണ്ടില്ലേ? സമൂഹ മാധ്യമങ്ങളിൽ കൂടി ഫോട്ടോസുകളൊക്കെ പോസ്റ്റ് ചെയ്യുന്ന മുസ്ലിം പെൺകുട്ടികൾ വളരെയധികം ശ്രദ്ധയോടുകൂടി ഈ ഒരു കാര്യം ഗൗരവമായി കാണേണ്ടതുണ്ട്. നിങ്ങൾ നിസ്സാരമായി കാണുന്നൊരു വിഷയമാണ്. പക്ഷേ നിങ്ങളറിയാതെ നിങ്ങളുടെ ചിത്രങ്ങൾ ഏതൊക്കെ രീതിയിൽ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ പോലും തിരിച്ചറിയുന്നില്ല. നിങ്ങളുടെ ചിത്രങ്ങൾ നിങ്ങളറിയാതെ തന്നെ പലരും അത് വിറ്റ് കാശാക്കുകയാണ്. ഇനി ആ ചിത്രങ്ങൾ അതുപോലെയാണോ, ഇനി അതുമല്ലെങ്കിൽ മോർഫിംഗ് ചെയ്തുകൊണ്ടാണോ വിൽക്കുന്നത് എന്ന് പോലും അറിയില്ല.
മോർഫിംഗ് ചെയ്ത് വിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് അതിനേക്കാൾ വലിയ അപകടകരമായിരിക്കും. നോക്കി, ഇന്ന് കുട്ടികളൊക്കെ അവരുടെ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ആയിട്ട് ഒരു ഇൻസ്റ്റഗ്രാം പേജ് ആരംഭിക്കും. അത് ക്ലാസ് വൈസായിട്ട് ആരംഭിക്കുന്നവരുമുണ്ട്, അല്ലാതെ സ്കൂൾ വൈസായിട്ട് ആരംഭിക്കുന്നവരുമൊക്കെയുണ്ട്. അത്തരം പേജുകളുടെ അഡ്മിന്മാർ ഈ ചിത്രങ്ങൾ ദുരുപയോഗം ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഈ നീചന്മാരായിട്ടുള്ള ടെലിഗ്രാം ഗ്രൂപ്പിലെ അഡ്മിന്മാരുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ഒരു കണക്ഷൻ ഉണ്ടാവും, ഒരു ബന്ധമുണ്ടാകും. സ്വാഭാവികമെന്നോണം ഈ സ്കൂളിലെയും കോളേജിലെയും പെൺകുട്ടികളുടെ ചിത്രങ്ങൾ അവരറിയാതെ ഇത്തരം ടെലിഗ്രാം ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യപ്പെടുകയാണ്. നോക്കി, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം കുറച്ച് ഇൻസ്റ്റഗ്രാം പേജുകളുടെ ചിത്രങ്ങൾ കാണിക്കുന്നുണ്ട്. ഇത്തരം ഇൻസ്റ്റഗ്രാം പേജുകളിൽ നിന്നുള്ള ഫോട്ടോസുകൾ പലതും ഇത്തരം ടെലിഗ്രാം ഗ്രൂപ്പുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഉമ്മച്ചി എന്ന് പറയുന്ന ഒരു ടെലിഗ്രാം അക്കൗണ്ടാണ്. അതിനകത്ത് കോളേജുകളിലും സ്കൂളിലും നടക്കുന്ന പരിപാടികൾ, പെൺകുട്ടികൾ ഡാൻസ് കളിക്കുന്നതൊക്കെ വീഡിയോ എടുത്ത് അതൊക്കെ വിൽക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെയൊക്കെ തെളിവുകളാണ് നിങ്ങളുടെ കൺമുന്നിൽ നിങ്ങൾ കാണുന്നത്. നമുക്ക് ഓരോന്നിൻ്റെയും കൃത്യമായ തെളിവ് സഹിതമാണ് മല്ലു ഹണ്ടർ എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജിൽ അഡ്മിൻ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിത് മുസ്ലിം പെൺകുട്ടികളെ മാത്രം ബാധിക്കുന്ന വിഷയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരാരും മാറി നിൽക്കേണ്ട ആവശ്യമില്ല. മുസ്ലിം പെൺകുട്ടികളെയാണ് കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ്. എല്ലാ മതസ്ഥരായ സ്ത്രീകളെയും ഇത്തരം ആളുകൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മല്ലു ഹണ്ടർ പുറത്തുവിട്ട ആ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ കുറച്ച് സ്ക്രീൻഷോട്ടുകൾ ഞാനൊന്ന് കാണിക്കാം. ഇനി അദ്ദേഹം പുറത്തുവിട്ട മറ്റൊരു വീഡിയോയുടെ ഒരു ഭാഗം ഞാനൊന്ന് കാണിക്കാം. +1, +2 കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളാണ് ഇവരൊക്കെ. രാത്രിയായി കഴിഞ്ഞാൽ പോക്കറ്റ് മണിക്ക് വേണ്ടി സ്വന്തം ശരീരം പ്രദർശിപ്പിക്കാൻ പുരോഗമിച്ച കുറച്ച്, എല്ലാ പെൺകുട്ടികളെയുമല്ല, പെൺകുട്ടികളുടെ സംഭവങ്ങളാണ് ഇനി കാണാൻ പോകുന്നത്. അതിൻ്റെ ഭാഗമായി അദ്ദേഹം കുറച്ച് പെൺകുട്ടികളുടെ വോയിസ് ക്ലിപ്പും പുറത്തുവിട്ടിട്ടുണ്ട്. മലപ്പുറം മഞ്ചേരിയിൽ ഇപ്പോൾ റിയൽമി അവൈലബിൾ ആണ്. തലപ്പുള്ളൊരു PM വരിക. ഓക്കെ, പിന്നെ മലപ്പുറത്തുള്ളവർ മാത്രം വരാൻ നോക്കുക, മറ്റു ജില്ലകളിൽ നിന്നൊക്കെ വരണ്ട. മലപ്പുറം മഞ്ചേരി ആ ഒരു ഭാഗത്തുള്ളവർ മാത്രം വരാൻ നോക്കുക കേട്ടോ. VC അവൈലബിൾ ആണ്, വേണ്ടവർ PM വരാം. നമുക്ക് ഓരോ മാതാപിതാക്കളും വളരെയധികം ഗൗരവമായി കൊണ്ട് തന്നെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്. നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ ഇനിയെങ്കിലും നിങ്ങൾ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ഒരു അപകടം വന്നിട്ട് അതിനെക്കുറിച്ച് പിന്നീട് പരിതപിച്ചിട്ടും സങ്കടപ്പെട്ടിട്ടും യാതൊരുവിധ കാര്യവുമില്ല. അത് സംഭവിക്കുന്നതിന് മുമ്പ് അതിനെ തടയാനുള്ള മാർഗങ്ങളാണ് സ്വീകരിക്കേണ്ടത്. നമ്മുടെ മക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹത്തായ സന്താനങ്ങളാക്കി മാറ്റുമാറാകട്ടെ.